ഇന്ന് പ്രധാനമന്ത്രിയുടെ സംസാരം അദ്ദേഹം ബിജെപി ശക്തി കേന്ദ്ര പ്രമുഖ് സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുന്നത്. ആ ശക്തി കേന്ദ്ര പ്രമുഖ് സമ്മേളനത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രവർത്തകരെ ആവേശം നിറയ്ക്കുന്നതായിരുന്നു. പിന്നീട് ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന ഇടത്തിൽ ഇവിടെ ഒരു വികസനം പ്രധാന അജണ്ടയാക്കുന്നു. എന്താണ് ദക്ഷിണേന്ത്യൻ സാഹചര്യം എന്നത് ബിജെപി മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ചുവടുമാറ്റം ഇന്നത്തെ മോദിയുടെ പ്രസംഗങ്ങളിൽ നമുക്ക് കാണണമോ? കൃത്യമായ രാഷ്ട്രീയമോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളെ കടന്നാക്രമിക്കാനോ ഒന്നും തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ന്. അല്ല, അത് അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ നിലപാട് കൂടി സ്വീകരിക്കും. നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2023 നമുക്ക് ആദ്യഘട്ടങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയുടെ മാർച്ചിലും സെപ്റ്റംബറിലും ഒക്കെ പലതരം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായി അന്ന് മുണ്ടുടുത്തു വരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ ഇവിടെ ഈ പ്രാദേശിക വികാരം ദക്ഷിണേന്ത്യയിൽ വലിയ തോതിൽ ശക്തിപ്പെട്ട ഒന്നാണ് എന്നൊരു തിരിച്ചറിവ് പ്രധാനമന്ത്രി തൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ പ്രകടമാക്കുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിന് ഞങ്ങളൊക്കെ അവിടെ ചെന്നിരുന്നു. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമായി പറഞ്ഞ കർണാടക സ്വാഭിമാനം ഞങ്ങൾക്കുണ്ട്, കർണാടകക്കാർ എന്ന തരത്തിൽ ഒരു അഭിമാനം, അത് ഒരു വലിയ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഉള്ള ആളുകൾക്കും ഉത്തരേന്ത്യക്കാരെ പോലെ അവരുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ആവശ്യം രാഷ്ട്രീയമായി ഉണ്ട് എന്ന ഒരു പ്രഖ്യാപനം അവിടെ നടത്തുമ്പോൾ അതിന് ബദലായ ഒരു രീതി, അതായത് ഇവിടുത്തെ പ്രാദേശികമായ വികാരങ്ങളുമായി കണക്ട് ചെയ്യാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു. അതുകൊണ്ട് മുണ്ടുടുത്തു വരുന്നു, മലയാളം സംസാരിക്കുന്നു, തമിഴ്നാട്ടിലെത്തുമ്പോൾ അദ്ദേഹം തമിഴിനെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നു. അങ്ങനെ പ്രാദേശികമായ കരുത്തുകൾക്ക് വലിയ പ്രാധാന്യം BJP സർക്കാർ നൽകുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കൂടി, അല്ലെങ്കിൽ അങ്ങനെ കൂടി അത് അദ്ദേഹത്തിൻ്റെ ആശയം അതാണ് എന്ന ആളുകൾക്ക് വ്യക്തമാക്കാൻ കൂടി ഈ അവസരങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നു എന്നതുകൂടി നമുക്ക് ഈ പ്രചരണത്തിന്റെ ഭാഗമായി നമുക്ക് തീർച്ചയായും. ഇന്ന് മോദി പ്രധാനമായും പ്രവർത്തകരോട് പറഞ്ഞത് എന്താണ്? പ്രവർത്തകരോട് മോദി പറയുന്നു സ്വന്തം ബൂത്തുകളിൽ സജീവമാകാൻ. 2, കേരളത്തിലെ എല്ലാ വീടുകളിലും രാമജ്യോതി തെളിയിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് നരേന്ദ്രമോദി പറയുകയാണ്. ഇന്ന് പ്രധാനമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ 2 കാര്യങ്ങളാണ്. നമുക്ക് മനു, എന്തൊക്കെയാണ് ഈ BJPയുടെ പ്രതീക്ഷകൾ എന്നത് നോക്കുമ്പോൾ അവർ തൃശൂർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നു എന്നത് മോദിയുടെ ഈ 2 വരവുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ തൃശൂർ പ്രധാനമാണ്. മറ്റ് ഏതൊക്കെ ഇടങ്ങൾ